എന്റെ നവരാത്രി ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് തുമ്പീനെയും കൂടി ഒന്ന് ദേവിയാക്കിയാൽ എന്താന്ന്. അപ്പതാ ഷടപടേന്ന് പറഞ്ഞ ഓളെ കുളിപ്പിക്കലും കഴിഞ്ഞ് ഓളെ ഒരുക്കാൻ ഞാൻ തുടങ്ങി. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ എന്റെ കുട്ടി നന്നായി നിന്ന് തരും കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ടായിരുന്നത് ഇതാണ് കേട്ടോ. ഷോൾ വെച്ച് പിടിപ്പിക്കാൻ നോക്കി നടക്കണില്ല. അവസാനം സലേച്ചിന്റെ ഒരു സാരി എടുത്ത് ഈ സാരി മൊത്തം ഞാൻ ഈ ചെറിയ ശരീരത്തിൽ എങ്ങനെ ചുറ്റിപ്പണച്ച് ഒപ്പിക്കാനാണ്. അതിന്റെ ഇടയിൽ എന്റെ കുട്ടി പോസ് ചെയ്യായിരുന്നു കേട്ടോ. ഇത്തരം പരിപാടികളിൽ എന്ത് ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പോവും എങ്ങട്ടാ യൂട്യൂബിലേക്കല്ലേ. ഞാനും അങ്ങനെ തന്നെ ചെയ്ത് യൂട്യൂബിലൊക്കെ പോയി വീഡിയോ ഒക്കെ നോക്കി ചെയ്ത് നോക്കി. എല്ലാം സ്ലോ മോഷൻ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും അവസാനം എനിക്ക് കുറേ തുണി ബാക്കിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എവിടെയാണ് ചെയ്തതെന്നറിയാതെ ഇത്തിരി ഗ്യാപ്പ് കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഞാൻ ചീരി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും അവിടുന്ന് ഇവിടുന്നൊക്കെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എൻ്റെ കുട്ടീൻ്റെ മൊത്തം അതിൽ വല്ല സങ്കടം ഉണ്ടോ നോക്കിയൊക്കെ സന്തോഷമാണ് ഇങ്ങനെ ഒരുങ്ങണതൊക്കെ. പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളക്കിയോ നിങ്ങൾ ചോദിക്കേണ്ട, കാരണം എൻ്റെ കുട്ടിയാണല്ലോ. പിന്നെ ഒരുങ്ങുന്ന കാര്യത്തിലൊന്നും അങ്ങനെ സങ്കടമൊന്നും കാണിക്കില്ല കുട്ടി. ഇങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ദേവിയുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്ത് മുടിയൊക്കെ വെച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടപ്പോൾ തന്നെ വേറൊരു ലുക്കായിട്ടോ. എന്തൊക്കെ ദേവി ആയാലും തുമ്പി ഇടയ്ക്ക് തുമ്പിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. തുണിയൊക്കെ എടുത്ത് പൊക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ശരി തന്നെ. ഇനി ഇവള് ഷൂട്ടിന് നിന്നില്ലെങ്കിൽ പണി വാളും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല നമ്മളെ തുമ്പി. ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓളോട് ഓരോ പോസ് പറയുമ്പോൾ നിന്ന് എന്നോട് ഇതൊക്കെ ലിപ്സ്റ്റിക് ഇടാൻ നിന്ന് തരുന്നത്. അതുപോലെ ഞാൻ ആദ്യം അൾത്ത ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നിയത് അത്ര പെട്ടെന്ന് പോയില്ല, കാരണം കഴിഞ്ഞ ദിവസം ഇട്ട് എൻ്റെ തന്നെ പോയില്ലെന്ന്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് ഓൾ ചെയ്തത്. പക്ഷേ എല്ലാത്തിനോട് നിന്നുണ്ട് കേട്ടോ. ഭയങ്കര കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടി. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.